ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമദ് നാരായണീയം മേൽപ്പത്തൂർ നാരായണപാദങ്ങളിൽ സമർപ്പിച്ച നറുനവനീതം. ആ നറുനവനീതത്തെ നാം ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 197 ദിവസം. 197 ശ്ലോകത്തെയാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. അതാകട്ടെ 19 ദശകത്തിൽ 8 ശ്ലോകം. ഭഗവാൻ പ്രചേതസ്സുകളെ അനുഗ്രഹിച്ച ആ രംഗമാണ് നമ്മൾ ഇന്നലെ വർണ്ണിച്ചത്. ഇന്നലത്തെ ശ്ലോകത്തിൽ 2 വരങ്ങൾ കൊടുത്തു. നിങ്ങളുടെ സ്മരണ എല്ലാവർക്കും ശ്രേയസ്സിനായിട്ട് തീരട്ടെ, രുദ്രഗീതം അഭീഷ്ടതമായി തീരട്ടെ എന്നൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ചു. പിന്നീട് ഭഗവാൻ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ 8 ശ്ലോകത്തിൽ വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം, അതിനുശേഷം വീണ്ടും അർത്ഥം, തുടർന്ന് ശ്ലോകം, പിന്നീട് ഭാഷാഗാനമായ ശ്രീഹരിയും. അവാപ്യകാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരിം സുതോസ്തു ദക്ഷോ നനു തൽക്ഷണാച്ച മാം പ്രയാസ്യധേതി ന്യഗതോ മുദൈവതാൻ. മഹീരുഹാം തനയാം കാന്താം അവാപ്യ തയാ ദശലക്ഷവത്സരിം രമധ്വം ദക്ഷഃ സുത അസ്തു തൽക്ഷണാൽ നനു മാം പ്രയാസ്യധ ഇതി മുദാ ഏവ താൻ ന്യഗതാ. മഹീരുഹാം തനയാം കാന്താം അവാപ്യ, വൃക്ഷങ്ങളുടെ പുത്രിയെ
കാന്താം അവാപ്യ ഭാര്യയായി ലഭിച്ചിട്ട് സ്വീകരിച്ചിട്ട് തയാ ലക്ഷവത്സരിം രമധ്വം അവളോടുകൂടി 10 ലക്ഷം സംവത്സരം രമിക്കൂ. ഭഗവാന്റെ അനുഗ്രഹം, ഭൗതികമായ അനുഗ്രഹവും ലൗകികമായ സൗഭാഗ്യങ്ങളൊക്കെ ഭഗവാൻ കൊടുക്കണമെന്നാണ്. എന്നിട്ട് പറഞ്ഞു ദക്ഷഃ സുത അസ്തു, ദക്ഷൻ എന്നൊരു പുത്രൻ ഉണ്ടാവും. തൽക്ഷണാൽ നനു മാം പ്രയാസ്യത, ഉടനെ തന്നെ നിങ്ങൾ എന്നെ പ്രാപിക്കുകയും ചെയ്യും. ഇപ്പോൾ പ്രജാസംരക്ഷണത്തിനായി നിങ്ങൾ ഒരു പുത്ര സൃഷ്ടി നടത്തും ദക്ഷൻ. ഇതി മുദാ ഏവ താന്യഗത എന്നിങ്ങനെ മുദാ ഏവ സന്തോഷത്തോടുകൂടി തന്നെ അവിടുന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ കണ്ടു മഹർഷിക്ക് പ്രംലോചയ എന്ന അപ്സര സ്ത്രീയിലുണ്ടായ മാരീഷ എന്ന കന്യക, ആ കന്യകയെ കണ്ണുമഹർഷി രണ്ടും പറയാറുണ്ട്. ആ കന്യകയെ അവിടെ വളർത്തിയ വലുതാക്കിയത് വൃക്ഷങ്ങളാണെന്നാണ്. അപ്പോൾ ആ കുമാരിയെ വിവാഹം ചെയ്ത് വളരെ കാലം സുഖിക്കാനുള്ള വരം ഭഗവാൻ കൊടുത്തു. പുത്രനുണ്ടായിക്കഴിഞ്ഞാൽ ഭഗവത് സായുജ്യം ഉണ്ടാവും എന്ന് അനുഗ്രഹിച്ചു. എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞു, ഭഗവാൻ നമ്മൾ ചോദിക്കാത്തതുപോലെ പോലും തരുന്ന കാരുണ്യമൂർത്തിയാണ്. പ്രതേജസ്സുകൾ ഇതൊന്നും ആഗ്രഹിച്ചതല്ല, അത് ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ്. അപ്പോൾ ചോദിക്കാതെ തന്നെ കൊടുത്തു എന്ന് വെച്ചാൽ ഭഗവാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇത് കൊടുത്തത് എന്ന് കാണിക്കുന്നു. പ്രതേജസ്സുകളുടെ തുടർന്നുള്ള ജീവിതമാണ് അടുത്ത ശ്ലോകത്തിൽ. അത് നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇനി ശ്ലോകം, അതിനുശേഷം ഭാഷാഗാനമായ ശ്രീഹരിയം പാടി നമുക്ക് സമർപ്പിക്കാം. അവാപ്യകാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരിം സുതോസ്തു ദക്ഷോ നനു തൽക്ഷണാച്ച മാം പ്രയാസ്യഥേതിന്യഗതോ മുദൈവതാൻ. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം. നാരായണ 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 രാധാ ഗോവിന്ദ. മരങ്ങളുടെ മകളും ഭാര്യയായി ഭവിച്ചിടും, രമിക്കുക അവൾക്കൊപ്പം ഭഗവാൻ ചൊല്ലി. ദക്ഷനെന്ന പേരുമായി ഒരു പുത്രൻ ജനിച്ചിടും, അക്ഷണത്തിൽ പ്രാപിച്ചിടും വിഷ്ണുപദത്തെ. നാരായണ 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 രാധാ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.